പാലക്കാട് ജില്ലയിലെ ചെറിയൊരു ഗ്രാമം. അവിടെ ചെറിയൊരു സർക്കാർ സ്കൂൾ. ആ സ്കൂളിൽ വെച്ചിട്ടാണ് നമ്മുടെ ഈ കഥ തുടങ്ങുന്നത്. അവിടെ 10ാം ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന അജയ് എന്നൊരു കുട്ടിയാണ്. ആ കുട്ടിയാണ് നമ്മുടെ ഈ ചെറിയ കഥയിലെ നായകൻ. അജയ് മിടുക്കനും വിനയമുള്ളവനുമായിരുന്നു. മറ്റു കുട്ടികൾ പാഠം മനസ്സിലാകാതെ ഇരിക്കുമ്പോൾ അജയ് തന്നെയാണ് ടീച്ചർമാരുടെ സഹായം. ദേവിക ടീച്ചർ എപ്പോഴും അഭിമാനത്തോടെ പറയും, ക്ലാസ്സിലെ ഏറ്റവും ഉത്തരവാദിത്തമുള്ള കുട്ടി ആ കുട്ടിയാണ് അജയ്. അവൻ പാഠം വായിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കും, ചിരിയും ആവേശവും നിറഞ്ഞ പാടിലും. പക്ഷെ ഒരു ദിവസം മുതൽ അജയ് ആകെ മാറുവാൻ തുടങ്ങി. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. അജയ് ഒന്നും മിണ്ടാതായി. ക്ലാസ്സിൽ എപ്പോഴും തലചാച്ചു പുറന്നു. ഹോംവർക്ക് ചെയ്യില്ല, ചിരിയില്ല, ആവേശമില്ല. ദേവിക മാഡത്തിന് ഇതെല്ലാം കണ്ടപ്പോൾ അതിശയമായി. ഒരു ദിവസം ദേവിക മാഡം അജയോട് ചോദിച്ചു, അജയ്, നിനക്ക് എന്താണ് സംഭവിച്ചത്? അവൻ തല താഴ്ത്തി പറഞ്ഞു, ഒന്നുമില്ല മാഡം. പക്ഷേ അവന്റെ കണ്ണിന് കീഴിലുള്ള കറുത്ത വൃത്തങ്ങൾ, മന്ദമായ ശബ്ദം എല്ലാം മറ്റെന്തോ കഥ പറയുന്നത് പോലെ. ഒടുവിൽ ഒരു ദിവസം ദേവിക മാഡം അജയോട് ദേഷ്യപ്പെട്ടു, നിനക്ക് പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിനക്ക് ഈ ക്ലാസ്സിൽ നിന്ന് പുറത്തു പോകാമെന്ന് ഉറക്കെ പറഞ്ഞു. ക്ലാസ് മുഴുവൻ നിശബ്ദം. അജയ് ഒന്നും പറഞ്ഞില്ല. ബാഗെടുത്ത് ശാന്തമായി ഇറങ്ങിപ്പോയി. എന്നാൽ ദേവിക ടീച്ചറുടെ മനസ്സ് വീണു. ദേവിക ടീച്ചർ ഓഫീസ് റൂമിലേക്ക് പോയി. ദേവിക ടീച്ചർ മനസ്സിൽ ചിന്തിച്ചു, ഞാൻ പറഞ്ഞത് തെറ്റായോ? അജയ് എന്താണ് ഇപ്പോൾ ഇങ്ങനെ? ക്ലാസ്സിൽ എത്ര നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു, അവനിപ്പോൾ എന്ത് സംഭവിച്ചു? ഒടുവിൽ ദേവിക ടീച്ചർ ഒരു തീരുമാനമെടുക്കുന്നു, ഞാൻ എന്തായാലും അവന്റെ വീട്ടിലേക്ക് പോകും. അവന്റെ വീട്ടിൽ പോയി വിവരം അന്വേഷിക്കാൻ എന്ത് പറ്റിയെന്ന്. അങ്ങനെ അന്ന് വൈകുന്നേരം ദേവിക ടീച്ചർ അജയുടെ വീട്ടിലേക്ക് പോകുന്നു. ചെറിയ വീട്, പഴകിയ മതിലുകൾ. വാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോൾ അവിടെ കാണുന്നത് അജയ് പഴയ ഫോണിൽ നിന്ന് എന്തോ ക്ലാസ് കേൾക്കുന്നു. മുറിയിൽ ലൈറ്റ് മങ്ങി കത്തുന്നു. മേശപ്പുറത്ത് പുസ്തകങ്ങൾ, നോട്ട് ബുക്കുകൾ, ചായയുടെ കപ്പും. അവന്റെ അച്ഛൻ കയ്യിലൊരു കട്ടൻ ചായയുമായി ക്ഷീണിതനായി ഇരിക്കുന്നു. ദേവിക മാഡത്തിനെ കണ്ടപ്പോൾ അജയും അവന്റെ അച്ഛനും വേഗം തന്നെ എഴുന്നേറ്റു. ദേവിക മാഡം അവന്റെ അച്ഛനോട് പറഞ്ഞു, അജയ് എന്നും ക്ലാസ്സിൽ ഉറങ്ങുകയാണ്. എത്ര നന്നായി പഠിച്ചിരുന്ന കുട്ടിയാണെന്നും അജയ്, അവനിപ്പോൾ എന്ത് പറ്റി? ഒന്നും പഠിക്കുന്നില്ല, ഒന്നിലും ഒരു ശ്രദ്ധയില്ല, എപ്പോഴും ക്ഷീണം മാത്രം. എന്നാൽ ദേവിക മാഡത്തിന് ഈ വാക്കുകൾ കേട്ടപ്പോൾ അച്ഛനൊന്ന് ചിരിക്കുവാൻ ശ്രമിച്ചു. പിന്നെ ശബ്ദം മന്ദമായി പറഞ്ഞു, മേഡം, അവന്റെ അമ്മ മരിച്ചു. വർഷങ്ങൾക്ക് മുന്നേ അവന്റെ അമ്മ മരിച്ചത്. ശരിയായ ചികിത്സ കിട്ടാത്തത് കൊണ്ടാണ് എന്നെ വിട്ട്, എന്റെ മകനെ വിട്ട് അവന്റെ അമ്മ പോയത്. അന്ന് തൊട്ട് ഞാൻ തീരുമാനിച്ചു, എന്റെ മകനെ വളർന്നു വലുതാകുമ്പോൾ ഒരു ഡോക്ടർ ആകണമെന്ന്. കുറച്ചു പേരുകൾ എന്നോട് പറഞ്ഞു, ഇപ്പോൾ തൊട്ട് അതിന്റെ കോച്ചിങ് എടുക്കാനാണ് അവന് MBBS കരസ്ഥമാക്കാൻ പറ്റുകയുള്ളൂ എന്ന്. അതുകൊണ്ട് ഞാൻ കടങ്ങളും മറ്റും വാങ്ങിച്ചു കയ്യിലുള്ളതൊക്കെ വിറ്റ് പറിച്ചു ലക്ഷങ്ങൾ കൊടുത്തു അവന് ഞാനിപ്പോൾ കോച്ചിങ്ങിൽ ചേർത്തിരിക്കുകയാണ്. പക്ഷേ അവിടെ നമ്മുടെ ഈ സ്കൂളില് മലയാളം പഠിച്ചതുകൊണ്ട് തന്നെ അവന് വളരെ ബുദ്ധിമുട്ടാണ് പഠിക്കുവാൻ. എന്നാലും രാത്രി മുഴുവൻ അവൻ കഷ്ടപ്പെട്ട് അതിനിരുന്ന് പഠിക്കുകയാണ്. അതുകൊണ്ടാണ് അവൻ പകൽ അവിടെ വന്ന് ഉറങ്ങുന്നത്. എന്റെ സ്വപ്നമാണ് അവനൊരു ഡോക്ടറാക്കുക എന്നുള്ളത്. എന്നാൽ അജയുടെ അച്ഛന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ദേവിക മാഡം ഒന്നും മിണ്ടാതെ അജയോട് ചോദിച്ചു, അജയ്, നിനക്ക് ഡോക്ടറാകണമെന്നാണ് ആഗ്രഹം? അജയ് ദേവിക മാഡത്തിന്റെ വാക്കിന് ഒന്നും പറയാതെ തല താഴ്ത്തി നിന്നു. ദേവിക മാഡം പിന്നെയും ചോദ്യം തുടർന്നു, അജയ്, എന്നോട് പറയൂ, നിന്റെ ആഗ്രഹം എന്താണ്? അജയ് ബാഗിൽ നിന്ന് ഒരു ചെറിയ പെയിന്റിംഗ് പുസ്തകം എടുത്തു. അവൻ വരച്ചു പറഞ്ഞു, അമ്മ ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന ചിത്രം. ശേഷം അവൻ പറഞ്ഞു,
മേഡം, എനിക്ക് പെയിന്റിംഗ് ആണ് ഇഷ്ടം. അമ്മയെ ഞാൻ നിറങ്ങളിലൂടെ ജീവിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു അവൻ വരച്ച പെയിന്റിംഗ് കാണിച്ചു കൊണ്ടു. ദേവിക മേഡം നേരെ അച്ഛന്റെ അടുത്തേക്ക് നടന്നു. ശേഷം അവന്റെ അച്ഛനോട് പറഞ്ഞു, ചില സ്വപ്നങ്ങൾ നമുക്ക് വേണ്ടതായിരിക്കും, പക്ഷെ ചിലത് മക്കൾക്ക് തന്നെയാണ്. അവർ തന്നെയാണ് അവരുടെ സ്വപ്നം കാണേണ്ടത്. മക്കളെ അവർക്ക് ഇഷ്ടമുള്ളത് പഠിപ്പിക്കുവാൻ വിടുക. അതുമാത്രമല്ല, ഇത്ര ചെറുപ്പത്തിലെ ഇത്ര ഭാരവും മറ്റും അവന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവനത് താങ്ങുവാൻ പറ്റുകയില്ല. രാത്രി മുഴുവൻ അവൻ ഇങ്ങനെ ഇരുന്ന് പഠിക്കുമ്പോൾ അവന് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റുകയില്ല. അവന്റെ ആഗ്രഹത്തിനൊത്ത് അവനെ ജീവിക്കുക, അവരുടെ ആഗ്രഹത്തിനൊത്ത് അവർ പഠിക്കുന്നതാണ് നല്ലത്. നമ്മൾ ഒരിക്കലും നമ്മുടെ ഇഷ്ടങ്ങൾ അവരെ അടിച്ചേൽപ്പിക്കരുത്. നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും ഒരിക്കലും മക്കളെ അടിച്ചേൽപ്പിച്ച് അവരുടെ ജീവിതം തകർക്കരുത്. ടീച്ചറുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അച്ഛന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അച്ഛൻ ദേവിക മേഡത്തോട് പറഞ്ഞു, ഞാൻ മനസ്സിലാക്കുന്നു എന്റെ തെറ്റ്. എന്റെ മകൻ ഇത്ര വലിയ കഴിവുണ്ടായത് ഞാൻ എന്തെങ്കിലും ഒരിക്കലും തിരിച്ചറിയാനുണ്ട്. എനിക്ക് മനസ്സിലായി ഇപ്പോഴെന്റെ തെറ്റ്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. അജയ് നിറങ്ങളുടെ ലോകത്തേക്ക് തിരിഞ്ഞു. അവന്റെ ചെറിയ പെയിന്റിംഗ് ബുക്കിൽ ആരംഭിച്ച കഥ ഗ്രാമം മുഴുവൻ നിറഞ്ഞു. അവന്റെ ചിത്രങ്ങൾ വേദനയും പ്രതീക്ഷയും ചേർന്നവ. അവൻ വരച്ചതിൽ അവന്റെ ദുഃഖവും ജീവനും എല്ലാതുമുണ്ട്. ആദ്യമായി സ്കൂൾ എക്സിബിഷനിൽ ഫസ്റ്റ് പ്രൈസ്, പിന്നീട് സംസ്ഥാന കലാപാർട്ടി. സോഷ്യൽ മീഡിയയിൽ ആളുകൾ അവന്റെ ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നു. ഗ്രാമത്തിൽ നിന്ന് ലോകത്തേക്ക് ഉയരുന്ന കുഞ്ഞ് ആർട്ടിസ്റ്റ്. അവന്റെ പേര് അജയ് വർമ്മ. അവന്റെ പെയിന്റിങ്ങുകൾ ദുബായ്, പാരീസ്, ലണ്ടൻ അങ്ങനെ എല്ലായിടത്തും ഉയരുന്നു. അങ്ങനെ വർഷങ്ങൾ കഴിയുമ്പോൾ അജയ് ഇപ്പോൾ ഒരു കോടീശ്വരനായി മാറി. അവന്റെ അച്ഛനും അവനും ഒപ്പം കൈപിടിച്ച് ഇപ്പോൾ നടക്കുകയാണ്. പക്ഷെ അവന്റെ മനസ്സിൽ ആ ഒരു വേദനയുണ്ടായിരുന്നു. അമ്മയെ രക്ഷിക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ അമ്മയും ഉണ്ടായാൽ എന്റെ കൂടെ. അങ്ങനെ അവൻ തന്റെ സമ്പാദ്യം കൊണ്ട് വീട്, പാവങ്ങൾക്ക് ട്രസ്റ്റ്, പിന്നെ സൗജന്യമായി ഒരു ഹോസ്പിറ്റൽ അത് പണിയാൻ അവർ തീരുമാനിക്കുന്നു. ആ ഹോസ്പിറ്റൽ അമ്മയുടെ പേര് മീന ഫ്രീ കെയർ ഹോസ്പിറ്റൽ. പാവങ്ങൾക്ക് സൗജന്യ ചികിത്സ. അത് തന്നെയാണ് അച്ഛന്റെ സ്വപ്നം. അതുകൊണ്ട് തന്നെ അവൻ ആ വലിയ ഹോസ്പിറ്റൽ കെട്ടി. അവിടെ ജോലി ചെയ്യുന്ന ഡോക്ടർ മായ, പാവങ്ങൾക്കായി സേവനം ചെയ്യുന്ന യുവ ഡോക്ടർ. അവളുടെ മനുഷ്യ സ്നേഹം അജയെ ആകർഷിച്ചു. അവർ തമ്മിൽ അങ്ങനെ ഇഷ്ടത്തിലാക്കുന്നു. അച്ഛന്റെ സമ്മതപ്രകാരം അങ്ങനെ അജയ് മായയുടെ കഴുത്തിൽ കരം ചേർക്കുന്നു. അങ്ങനെ മായയും അജയും ചേർന്ന് ആശുപത്രി ചുമതലകൾ ഏറ്റെടുത്തു. അങ്ങനെ അവൻ അച്ഛനോട് പറയുന്നു, അച്ഛ, എനിക്ക് ഡോക്ടറാകുവാൻ സാധിച്ചില്ല, പക്ഷേ ഞാനിന്ന് ഒട്ടേറെ ആളുകളുടെ ജീവൻ രക്ഷിക്കുന്നുണ്ട്. അച്ഛൻ അജയെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. അജയ് ഇപ്പോൾ ലോക പ്രശസ്തനായ ഒരു ആർട്ടിസ്റ്റും ഹോസ്പിറ്റലിന്റെ ഉടമയുമാണ്. അജയും അവന്റെ അച്ഛനും മായയും സന്തോഷത്തോടുകൂടി തന്നെ അവിടെ ജീവിക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ആർട്ട് ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് അവിടെ മുഖ്യാതിഥിയായി വന്നത് ദേവിക ടീച്ചറായിരുന്നു. മുടിയൊക്കെ നരച്ച് മുഖത്തൊരു ചെറിയ ചിരിയുന്നു. പക്ഷെ കണ്ണുകളിൽ ആ പഴയ ഓർമ്മകളും ഉണ്ടായിരുന്നു. അജയ് ദേവിക ടീച്ചറെ കണ്ടപ്പോൾ മുന്നോട്ട് പോയി. ശേഷം അവൻ മൈക്ക് കയ്യിലെടുത്ത് പറഞ്ഞു, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രചോദനം എന്റെ ടീച്ചർ, എന്റെ പ്രിയപ്പെട്ട ദേവിക ടീച്ചർ. ആ ടീച്ചർ തന്നെയാണ് എന്റെ ജീവിതം മാറ്റിയ ആ വാക്ക് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ ഈ നിലയിലെത്തിയതും എന്റെ പ്രിയപ്പെട്ട ടീച്ചർ കാരണമാണ്. അജയ് ഇത്രയും പറഞ്ഞുകൊണ്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി നേരെ ടീച്ചറുടെ അടുത്തേക്ക് പോയി. ടീച്ചറുടെ കാൽക്കൽ വീണു. ടീച്ചർ
പറഞ്ഞ ആ വാക്കാണ് എന്റെ ജീവിതത്തെ ഉണർത്തിയത്. അച്ഛന്റെ സ്വപ്നവും എന്റെ സ്വപ്നവും എല്ലാതും ഇപ്പോൾ പൂവണിഞ്ഞിരിക്കുകയാണ്. ഇന്ന് ഞാൻ ഈ നിലയിലെത്തിയത് ടീച്ചർ കാരണമാണ്. അജയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ടീച്ചർ പറഞ്ഞു, അജയ്, നീ ഇപ്പോൾ ഉറങ്ങുന്ന കുട്ടിയല്ല. ഇപ്പോൾ നിന്നെ ഞാൻ കാണുന്നത് ലോകത്തിൽ ഉണർത്തുന്ന കുട്ടിയായിട്ടാണ്. അങ്ങനെ ദേവിക മാം അജയെ കെട്ടിപ്പിടിക്കുന്നു.